അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഈ അതായത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നായ മണം പിടിച്ചു പോയ അറപ്പുര വിളാകം എന്ന് പറയുന്ന റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപമുള്ള ഈ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ അന്വേഷണം നടന്നത്. ഈ ഓഫീസിന്റെ പരിസരത്ത് ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ നായ മണം പിടിച്ചു പോയതും ഇന്നലെ ഈ ഒരു അതിന്റെ സമീപത്ത് കൂടിയായിരുന്നു. ആദ്യം ഇവിടെ നിന്ന് പോയ നായ ഈ ഒരു മൺപാതയിലൂടെ ചെന്ന് ആദ്യം ഈ അറപ്പുര വിളാകം റെസിഡൻഷ്യൽ ഏരിയയുടെ ഓഫീസിന് സമീപത്താണ് ആദ്യം നിന്ന്. അവിടെ നിന്നാണ് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ITI ഗവൺമെന്റ് ITIക്ക് പുറകിലുള്ള റോഡിലേക്ക് എത്തിയതും അവിടെയുള്ള CCTV ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് ശേഖരിച്ചതും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസിക് സംഘവും എത്തിയതിനു ശേഷം ഈ റെസിഡൻഷ്യൽ ഓഫീസിൽ കേന്ദ്രീകരിച്ചായിരുന്നു അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പക്ഷേ ഇപ്പോൾ DCPM അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. യാതൊരുവിധ സൂചനകളും ലഭിച്ചില്ലെന്നാണ് അവർ പറയുന്നത്. അതായത് രാവിലെ അവർ സൂചിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ, അതായത് ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് വെറും 50 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ഓഫീസ് ഉള്ളത്. അവിടെയുള്ള CCTV ഈ ഒരു ഭാഗത്തേക്കാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ കുട്ടി ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെങ്കിൽ വ്യക്തമായ സൂചനകൾ ഈ ഒരു CCTVയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള സൂചനയിലാണ് ഇതിലാണ് അവർ അവിടെ അന്വേഷണം നടത്തിയത്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇന്നലെ രാവിലെ 7:30 കൂടി തന്നെ പോലീസ് ഈ ഒരു പ്രദേശത്തെത്തുകയും ഇവർ ഈ ഒരു ഓടയുടെ സമീപത്ത്, അതായത് ഇതൊരു കാട് നിറഞ്ഞ പ്രദേശമാണ്, റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ചാക്കയിലെ ട്രാക്കിന് സമീപത്തുള്ള കാട് നിറഞ്ഞ പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെ തന്നെ പോലീസ് രാവിലെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു കാടിന്റെ പിറകുവശത്തായിട്ട്, അതായത് ബ്രഹ്മോസിന്റെ മതിലിന് തൊട്ട് ചേർന്നാണ് ഈ ഒരു ഓടയുള്ളത്. ഏകദേശം 5 അടിയോളം താഴ്ചയുണ്ട്. ഈ ഒരു ഓട കേന്ദ്രീകരിച്ച ആ ഒരു സമയത്ത് വ്യക്തമായ പരിശോധന നടന്നിരുന്നില്ല. പക്ഷേ ഈ ഓടയോട് ചേർന്നുള്ള ഇത്തരത്തിലുള്ള ഈ കാടുകൾ, പൊന്തക്കാടുകളൊക്കെ തന്നെ തെളിച്ചുകൊണ്ട് ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ ഈ കുട്ടിയെ അവിടെ കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ഈ നാട്ടുകാരൻ സൂചിപ്പിച്ചത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നത്. നാട്ടുകാരൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഒരു ഓടയുണ്ട്. ഈ ഒരു ഓട, അതായത് ഏകദേശം 400 മീറ്ററോളം ഇവിടെ നീളവുമുണ്ട്. ഈ ഒരു ഓടയ്ക്കകത്തൂടി ഏകദേശം ഒരാൾ നടന്നു വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം ഇതിന്റെ താഴ്ചയും അതുപോലെ തന്നെ ഈ ഒരു ഓടയ്ക്ക് പുറകുവശത്തായിട്ട്, ഈ ഒരു ഓടയ്ക്ക് പുറത്ത് ആരും കാണാത്തക്ക രീതിയിൽ ഇവിടെ ഒരു കാട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിൽ കൂടി ആരെങ്കിലും നടന്നു വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഈ കുട്ടിയെ ഇവിടെ ആരെങ്കിലും ഈ ഓട വഴി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാമെന്നുള്ളൊരു സംശയമുണ്ട്. നേരത്തെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവിടെ നിന്ന് സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. തുടർന്ന് DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ഒരു ഓട കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഫോറൻസിക് സംഘവും ഒക്കെ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ ഓടയ്ക്കകത്ത് കൂടി ആരെങ്കിലും കുട്ടിയെ കൊണ്ട് ഇട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയത്തിൽ ഇവർ ഇപ്പോൾ ഒരു ഓട കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതായത് ഈ കുട്ടിയുടെ സഹോദരൻ ഇന്നലെ രാവിലെ നൽകിയൊരു മൊഴിയുണ്ട്. അതായത് ഈ കുട്ടിയെ ഒരു സ്കൂട്ടറിലാണ്, മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിൽ 2 അംഗ സംഘം വന്ന് കടത്തിക്കൊണ്ടുപോയെന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് ഈ സമയം, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് തൊട്ട സമീപത്താണ് ഓൾ സെയിൻസ് കോളേജ്. അതുപോലെ തന്നെ ഈ വലിയ വേളിയിലേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷനൊക്കെ തന്നെ അവിടെയാണ്, ശംഖുമോർ റോഡെല്ലാം. പക്ഷേ ആ സമീപത്തുള്ള കടകളിലും അത് കഴിഞ്ഞിട്ട് ഈ സമീപത്തുള്ള കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ചാക്ക IT ജംഗ്ഷനിലുള്ള CCTV ദൃശ്യങ്ങൾ, ഈ കടകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളിലൊന്നും തന്നെ കുട്ടി പറഞ്ഞ തരത്തിലുള്ള ഒരു സ്കൂട്ടറോ അത്തരത്തിൽ കിട്ടിയിരുന്നില്ല. ഭാഗത്തൊന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു സൈഡ് ആകെ കാട് മൂടിയ പ്രദേശമാണ്. അതുപോലെ തന്നെ ട്രാക്കിന് ഓപ്പോസിറ്റ് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് റെസിഡൻഷ്യൽ ഏരിയയാണ്. പക്ഷേ അതൊരു കോളനി മാതൃകയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. സ്വാഭാവികമായിട്ടും തന്നെ ചെറു വീടുകളൊക്കെ തന്നെയാണ്. അവിടെയൊന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഇന്നലെ പരിശോധനയ്ക്കായി എത്തിയ ടിപ്പു എന്ന് പറയുന്ന നായ മണം പിടിച്ചെത്തിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറപ്പുര വിളാകം. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് ഇന്നലെ നായ മണം പിടിച്ചു പോയതും. പക്ഷേ അവിടെ ഏകദേശം ഒരു 3ഓളം വീടുകളിൽ CCTV ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും ആദ്യം ഒരു സ്ത്രീയെ സംശയിച്ചിരുന്നു. ഒരു സ്ത്രീ എന്തോ ഒരു കാര്യം തോളിലിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് തന്നെ ഇത് സംഭവവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ശേഖരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു CCTV ദൃശ്യങ്ങൾ ഇവിടെ ഇല്ല. പോലീസിന്റെ റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ്. പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മോസിന് സമീപമാണ്. അതുപോലെ തന്നെ പോലീസിന് കൃത്യമായി പരിശോധന നടത്തുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ പോലീസിന്റെ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച ഒരു ക്യാമറകളും ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ആകപ്പാടി പോലീസിന് ഇപ്പോൾ അന്വേഷണം നടത്താൻ സാധിക്കുന്നതും ഈ പ്രൈവറ്റ് ഓഫീസുകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വീടുകളിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിന് സഹായമായിട്ടുള്ളത്. പക്ഷേ ആ CCTVകളിൽ നിന്ന് പോലും
പോലീസ് സംശയിക്കുന്ന രീതിയിൽ കുട്ടി ആരെങ്കിലും കൊണ്ടിട്ടതാകാമെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ തെളിവുകളും ആ CCTV-യിൽ നിന്നും കിട്ടിയിട്ടില്ല. കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ മൊഴി പോലീസ് രാവിലെ തന്നെ വിശ്വസിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ സംശയം ഇത് തന്നെയായിരുന്നു. ആരെങ്കിലും കുട്ടിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും സമീപ പ്രദേശങ്ങളിൽ തന്നെ ഒളിപ്പിച്ചിരിക്കാനാണ് സാധ്യതയെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. കാര്യം ഈ കുട്ടിയെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള റോഡുകളിലൊന്നും തന്നെ പോലീസ് പരിശോധിച്ച CCTV-യിലൊന്നും അത്തരത്തിൽ ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു വാഹനമോ സംശയകരമായ രീതിയിലുള്ള ആരെയോ കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയയിലോ സമീപ പ്രദേശത്തോ എവിടെയെങ്കിലും കുട്ടിയെ ആരെങ്കിലും മാറ്റി പാർപ്പിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നും അതിന് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഈ പോലീസ് നായം മണം പിടിച്ചു പോയത് റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ്. അവിടെ ഈ കുട്ടി ആരെങ്കിലും അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വഴിയിൽ കൂടി മാത്രമാണ് ഇവിടേക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തിക്കാൻ സാധിക്കുന്നതും ആ ഒരു വഴിയിൽ കൂടി തന്നെയാണ് പോലീസ് നായം മണം പിടിച്ചു പോയതും. കാര്യം ഈ കുട്ടിയെ അതായത് ഇവിടേക്ക് വരാൻ പ്രധാനമായിട്ട് 2 പാതകളാണുള്ളത് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക്. ഒന്ന് ഈ ചാക്കയിലെ കുട്ടി താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അതുവഴി റെയിൽവേ ട്രാക്ക് വഴി വരാം. അല്ലാതെ DCP ആണ് ഇവിടെ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തിയത്. ഇവർ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് എത്തിയത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറപ്പുര വിളാകം റെസിഡൻഷ്യലിലെ ഓഫീസിൽ നിന്ന് വ്യക്തമായ എന്തോ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തിയതും ഇവർ തന്നെ നേരിട്ട് ഇതിനുവേണ്ടി ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചതും. പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു അവർ ഈ അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് വ്യക്തമായി അവർ കരുതിയതുപോലെയുള്ള സൂചനകളൊന്നും തന്നെ അതിൽ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്.